ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ അദ്വൈത ദീപികയിൽ 9 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതുകിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയന്യേ വേറല്ല വീചിയിലിരിപ്പതു വാരിയത്രേ വാസസ്സു തന്തുവിതു പഞ്ഞയിതാതിമൂലഭൂതപ്രഘാതമിതു മോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ലതിൻ്റെ വിത്താമവിദ്യയതുമില്ല കുവന്നാൽ അദിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു ആരായികിലേ ഉലകമില്ലിത വിദ്യ തത്വമോരാതവർക്കിതുലകായി വിലസും ഭ്രമത്താൽ ആരാൽ വിളക്കരികിലില്ല പിശാചിതന്ധകാരം ഭയന്നവനിരുട്ടു പിശാചുപോലെ ഉണ്ടില്ല എന്നു മുറമാറിയ സത്തസത്തു രണ്ടും പ്രതീതമിതനാദി തമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകിലില്ലയസത്തു രജ്ജു ഖണ്ഡത്തിലില്ലുരകമുള്ളതു രജ്ജു മാത്രം അസ്ത്യസ്തി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യമസത്യമാകും മൃത്തിൻ വികാരമിതസത്യമിതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്തിതു സത്യമത്രേ അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും രജ്ജുസ്വരൂപമഹിയോടുമിതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവമസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവൻ്റെ ദൃക്കിന്നൊതിക്കു പുനരിങ്ങനെ തന്നെ കാണാം. ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നേരത്തെ പറഞ്ഞു വേദാന്ത ശാസ്ത്രം അത് ഉപനിഷത്തുക്കളായാലും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളായാലും ഒക്കെ തന്നെ ഒരേ സത്യത്തെ വ്യത്യസ്ത പദാവലികൾ ഉപയോഗിച്ച് വിഭിന്ന ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് ആവർത്തിച്ച് പറയുകയാണ്. പറഞ്ഞത് തന്നെ പറയുകയാണ്. ഒരൊറ്റ സത്യമേ പറയാനുള്ളൂ. 2 വിഷയം പറയാനുണ്ടെങ്കിൽ 2ആയിട്ട് പറയാം. 10 വിഷയം പറയാനുണ്ടെങ്കിൽ നമുക്ക് ചമത്കാരപൂർവ്വം 10 വിഷയത്തെക്കുറിച്ച് പറയാം. ഇത് ഒറ്റ വിഷയമേ പറയാനുള്ളൂ. സത്യം ഏകമാണ്, അദ്വയമാണ്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്ന് പറയപ്പെടുന്നതെല്ലാം സത്യത്തിൽ ഒന്ന് തന്നെ. ഇതേ ഉള്ളൂ വേദാന്തം. അപ്പോൾ ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എന്താണ് പറഞ്ഞത് തന്നെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മരുന്നാണ്? ആയിരക്കണക്കിന് മരുന്നാണ്. പണ്ട് നമ്മൾ ഈ 2 കോമ്പൗണ്ട് ഉണ്ടാവും ഇല്ലേ? പണ്ട് ഈ ഇരിക്കണ ഒരു മധ്യപ്രായം കഴിഞ്ഞവർക്ക് ഓർമ്മ ഉണ്ടാവും. 2 കോമ്പൗണ്ടേ ഉള്ളൂ, മൂന്നാമതൊന്നുമില്ല ഹോസ്പിറ്റലിൽ. അത് കോമ്പൗണ്ടറാണ് ഉണ്ടാക്കുന്ന ആൾ. വയറിന് പ്രശ്നം വന്നു, ഇത് കുടിച്ചോളൂ. പനി, ദേഹം വേദനയൊക്കെയാണ്, ഇത് കുടിച്ചോളൂ. കോമ്പൗണ്ടർ ഇത് കുടിച്ചിട്ട് മാറ്റമൊന്നുമില്ലല്ലോ, എന്നാൽ തന്നെ ഒന്നും കൂടി കുടിച്ചോളൂ. 2 പ്രാവശ്യം കുടിച്ചു, 2 കോഴ്സ് കുടിച്ചു, ഒരു മാറ്റവും ഇല്ലല്ലോ, നാം 3 കുടിച്ചു, അതിനെ കുടിച്ചു.
വേറെന്താ? വേറെ മരുന്നില്ല. ഇത് വേദാന്തോപദേശം അതുപോലെയാണ്. ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെ പല പേരിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പറഞ്ഞു തരികയല്ലാണ്ട് വസ്തു രണ്ടില്ല. അതുകൊണ്ട് പറഞ്ഞതിനെ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ഇതേ ആശയം വീണ്ടും പറയുകയാണ്. നോക്കൂ, സത്യത്തിലില്ലയുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. സത്യത്തിലില്ലയുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ. നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. പറഞ്ഞത് തന്നെയാണ്, ഒരു മാറ്റമില്ല, വള്ളി പുള്ളി മാറ്റമില്ല. നോക്കൂ, സത്യത്തിലില്ല ഉലകം. അപ്പോൾ ഈ ഉലകം, ഈ പ്രപഞ്ചം, ഈ വിശ്വം, അതിലെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, ശത്രു, മിത്രം, അത് ഇത് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന ആളുണ്ട്, കേൾക്കുന്ന ആളുണ്ട്, എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ വരുമ്പോൾ ഒരു വീട്ടിൽ പോയി അവിടുന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. ഇല്ല നിങ്ങൾക്ക് പറയാൻ അധികാരമുണ്ടോ? കുടിച്ചു എന്നുള്ള എൻ്റെ അനുഭവമാണ്. ഈ അനുഭവങ്ങളെല്ലാം നിരൂപണ വിധേയമാക്കുമ്പം പറയാണ് സത്യത്തിലില്ല ഉലകം. ഈ വൈവിധ്യങ്ങളൊന്നും പരമാർത്ഥത്തിലില്ല. വ്യവഹാരതലത്തിൽ എല്ലാം ഉണ്ട്, പ്രാതിഭാസിക തലത്തിൽ എല്ലാമുണ്ട്. ഇപ്പോൾ വ്യാവഹാരിക തലം, പ്രാതിഭാസിക തലം, ഈ രണ്ടാണ് നമ്മൾ വ്യവഹരിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന സകലവും. ഈ പ്രാതിഭാസികമാകട്ടെ വ്യാവഹാരികമാകട്ടെ നിലനിൽക്കണമെങ്കിൽ അതിന് പാരമാർത്ഥികമായ ഒരു അടിസ്ഥാനം വേണം. ഈ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യാവഹാരികം, പ്രാതിഭാസികം ഇല്ല എന്ന് നമ്മൾ പറയില്ല, പക്ഷേ സത്യത്തിലില്ല എന്ന് പറയും. നേരത്തെ ആവർത്തിച്ച ദൃഷ്ടാന്തം, മണ്ണിൽ നിന്ന് ഭിന്നമായി മൺപാത്രമില്ലാത്ത പോലെ, ലോഹത്തിൽ നിന്ന് ഭിന്നമായി ലോഹവസ്തുക്കളില്ലാത്ത പോലെ, സത്യത്തിൽ നിന്ന് ഭിന്നമായി ഉലകമില്ല. സകലം വിവേകവിധ്വസ്തമായി, വിവേകം കൊണ്ട് എന്താണ് ഉള്ളത് എന്താണ് ഇല്ലാത്തത് എന്ന് നിരൂപണം ചെയ്ത് ഈ പ്രതീതമായ പ്രപഞ്ചം മുഴുവൻ പരമാർത്ഥത്തിലില്ല എന്ന് വിധ്വസ്തമായി, വിധ്വംസിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു. ഇതിന് പരമാർത്ഥത്തിൽ സത്യത്വമില്ല എന്ന് വിധ്വസ്തമാക്കപ്പെട്ടു. എന്നാൽ അതിന് പിറകും അതിന് ശേഷവും വിലസുന്നു മുൻപോൽ. മുമ്പ് അജ്ഞാനദശയിലുണ്ടായിരുന്നത് പോലെ തന്നെ വിലസും, അതുപോലെ തന്നെ കാണും. ഈ ദൃഷ്ടാന്തം നമ്മൾ നേരത്തെ പറഞ്ഞു. റോഡിൽ വെള്ളം ഓളം കെട്ടുന്നത് കണ്ടു, നിരൂപണം ചെയ്തു, ഇല്ലയെന്ന് മനസ്സിലാക്കി, എന്നാലും കാണും. ആയിരക്കണക്കിന് ഫിലിമുകൾ അതിവേഗത്തിൽ നീങ്ങുമ്പോഴാണ് സിനിമ എന്ന് നമ്മൾ അറിയുന്നു. അല്ലാതെ അവിടെ ഒരു ജീവിതമൊന്നുമില്ല, നമുക്കെല്ലാം അറിയാമത്. മുമ്പൊക്കെ ആണെച്ചാൽ, ഇപ്പോൾ പിന്നെ ഈ റീൽസിൻ്റെ ഇല്ല. 16 റീൽസാണ് പണ്ട്, അല്ലേ? അതെ, പണ്ട് സിനിമയിൽ 16 റീൽസാണ്, 4 എണ്ണം വീതം. എന്തു വേഗത്തിലാണ് കറങ്ങുന്നത്! എത്ര എണ്ണ പൊട്ടിപ്പോണത്! ചിലതൊരു ബന്ധമൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയും പൊട്ടിപ്പോയിട്ടുണ്ടാവും. എന്നാൽ അത് കാരണം ഒട്ടിച്ച് ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ അനാവൃതമാകും. പക്ഷെ കാണുമ്പോൾ നമുക്ക് ആ ജീവിതത്തിൻ്റെ കൂടെ പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ പഴയ ഗ്രാംഫോൺ പെട്ടി പാട്ട് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. അത് ചിലപ്പോൾ കുടുങ്ങും. കുടുങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനമാണ്. എന്താണ് ഭക്തിഗാനം? ഏതാന്ന് ഒന്നും മനസ്സിലാവില്ല. അതാ പിന്നെ അയാൾ വന്നത് എടുത്ത് മാറ്റണവരെ അത് തന്നെയാണ് പറയുക. കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതന്നെയാണ്, നമ്മളൊക്കെ തന്നെയാണ്. നമ്മളിപ്പം മനസ്സിലാക്കുന്ന നമ്മുടെ അറിയുന്ന പ്രക്രിയയിൽ അല്പം ഒരു ക്ഷതി വന്നാൽ നമ്മളൊക്കെ ഈ ലോകത്തെ എങ്ങനെയാണ് നോക്കി കാണുക?
ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ ഓരോരുത്തരിങ്ങനെ സ്ലോ മോഷനിൽ പോകുന്ന പോലെയൊക്കെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? കാണില്ല? എന്താ അഭിപ്രായം? കാണുമില്ല? കാണും. ചെറിയൊരു കുഴപ്പം വന്നാൽ മതി അലൈൻമെൻറ്റിൽ, അത് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാലും ഇപ്രകാരം തന്നെ കാണും. അപ്പോൾ പിന്നെ ചോദ്യം, ജ്ഞാനിക്കും അജ്ഞാനിക്കും എന്ത് വ്യത്യാസം? ഒരാൾ ബാധിക്കപ്പെടും, മറ്റേയാൾ ബാധിക്കപ്പെടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെയും ചോദ്യം വരുന്നുണ്ട്. ഇത് സാക്ഷാത്കാരജനിതമായ വിജ്ഞാനമായില്ല എന്നുവെച്ചാൽ അർത്ഥം പരോക്ഷജ്ഞാനം എന്നായിട്ടേ ഉള്ളൂ, ദൃഢത കൈവന്നിട്ടില്ല. എങ്കിലോ എന്താ മറുപടി ദൃഢത കൈവന്ന വിജ്ഞാനമായിട്ടില്ലെങ്കിൽ പോലും വിവേകം കൊണ്ട് പെട്ടെന്ന് തന്നെ ബോധത്തെ തിരിച്ചെടുക്കാൻ കഴിയും, പെട്ടെന്ന് തന്നെ. അതാണ് ഇതിൻ്റെ പരോക്ഷജ്ഞാനം കൊണ്ടും പ്രയോജനമുണ്ട്. പരംപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികൾ പറയുന്നൊരു ദൃഷ്ടാന്തമുണ്ട്, വളരെ ഹൃദ്യമായി തോന്നിയിട്ടുണ്ട്. വളരെ ഹൃദ്യമായി തോന്നിയൊരു ദൃഷ്ടാന്തമായതുകൊണ്ടാണ് പറയുന്നത്. ഒരു വലിയൊരു സമ്പന്നനായിട്ടുള്ളൊരു ആളുണ്ട്. വലിയ സമ്പന്നനെ കൊണ്ട് നമ്മൾ എന്താ പറയുക? പണ്ടൊക്കെ മില്യണയർ എന്നൊക്കെ പറയും, പിന്നെ ബില്യണയർ, ഇപ്പോൾ ട്രില്യണയർ എന്നൊക്കെയാണ് പറയുക. എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ദിവസം ഇയാളുടെ അടുത്തേക്ക് ഇയാളുടെ മാനേജർ ഓടി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഇന്ന ഷിപ്പ് മുങ്ങിപ്പോയിട്ടുണ്ടോ? കോടിക്കണക്കിന് ഡോളറിൻ്റെ ഷിപ്പാണ്, മുങ്ങിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് ഇയാൾ ഞെട്ടി. എന്ത്? അല്ല, ഷിപ്പ് മുങ്ങിപ്പോയി. സോ വാട്ട്, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് മാനേജർ ഞെട്ടിക്കുന്ന വർത്തമാനം പറഞ്ഞത്, അതിൽ അങ്ങയുടെ പത്നിയും മകനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇയാൾ വീണ്ടും ഞെട്ടി. എന്താ പറഞ്ഞത്? അല്ല, അതിൽ അങ്ങയുടെ പത്നിയും മകനും. സോ വാട്ട്, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഒരു നിമിഷം കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അതാണ്. ഇനിയിപ്പോൾ ഞാൻ അവിടുന്ന് കരഞ്ഞിട്ടത് കാര്യം, പത്നി തിരിച്ചു വരുമോ? ഷിപ്പ് പൊന്തി വരുമോ? മകൻ തിരിച്ചു വരുമോ? ഇല്ല. ശരി, നോക്കാം, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. എന്നാലും എന്തൊരു ദുഷ്ടതയാണത്. സാഹചര്യമായിട്ട് എന്തായാലും നീ ഒരു മാസം കൊണ്ട് പൊരുത്തപ്പെടണോ വേണ്ടയോ? ചോദ്യം. ഒരു മാസം കൊണ്ട് നീ പൊരുത്തപ്പെടണോ വേണ്ടയോ? അഥവാ ഒരാഴ്ച കൊണ്ട് പൊരുത്തപ്പെടണോ വേണ്ടയോ? അതൊരു സെക്കൻഡ് കൊണ്ട് പൊരുത്തപ്പെട്ട എന്താ കുഴപ്പം? ചിലർ വിചാരിക്കും എന്തൊരു ദുഷ്ടതയത്, സ്വന്തം ഭാര്യയും കുട്ടിയും മുങ്ങി ചത്തു എന്ന് പറഞ്ഞിട്ട് സോ വാട്ടെന്ന് പറയാനുള്ളതാണോ വേദാന്തം എന്ന് ചോദിക്കും. ശരി, ഇരിക്കട്ടെ. എന്തായാലും നീ ഒരു മാസം കൊണ്ട് പൊരുത്തപ്പെടണം. പൊരുത്തപ്പെടില്ല, എന്താ അഭിപ്രായം? ഒരു കക്ഷി ആശ്രമത്തിൽ വന്നു, മറക്കില്ല ഇത്. അയാളെ പരിചയമുള്ള ആളാണ്, പലപ്പോഴും പല പരിപാടികൾക്കും കണ്ടിട്ടുള്ള ആളാണ്, നല്ലൊരു സംഘാടകനാണ്, ഈ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ആകെ അവശനായി വിവശനായിട്ടാണ് വന്നത്. വേറൊരാൾ പിടിച്ചൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അയാളുടെ പത്നി മരിച്ചതാണ്. പത്നി മരിച്ചു, ദുഃഖിതനായി അലമുറയിട്ട് കരഞ്ഞിട്ടൊക്കെ അയാൾ വരുന്നത്. സ്വാമീനെ കണ്ട ഒരു സമാധാനമാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ ചേർത്ത് പിടിച്ച് പല വർത്തമാനവും പറഞ്ഞു. എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. ഇതിനെന്താ തോന്നുന്നത്? മരിക്കാനും തോന്നുന്നില്ല. പിന്നെ പ്രശ്നം രണ്ടിലൊന്ന് തീരുമാനിക്കണം. രണ്ടിലൊന്ന് തീരുമാനിച്ചേ മതിയാവും. ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് കരഞ്ഞു. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള അവിടെ അങ്ങനെ ഇരുന്നിട്ട്, അത് അവിടെ നിരന്ന പാറയായിരുന്നു ആ സമയത്ത്, അവിടെ ഇരുന്നിട്ട് ഇയാൾ പൊട്ടിക്കരിയാണ്. ഞാൻ ആവണതൊക്കെ സമാധാനിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് വല്ല എന്താ പ്രയോജനമൊന്നുമില്ലല്ലോ, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണ്ടേ, നിങ്ങൾ ചെയ്യാനുള്ള ബാക്കി കർത്തവ്യങ്ങളൊക്കെ ചെയ്യൂ, ആ ജീവൻ്റെ ഉദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞു. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവളില്ലാതെ, ഒരു ദിവസം എനിക്ക് കഴിയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചപ്പോൾ എത്ര ദിവസമായി? 3 ദിവസമായി. അതിന് ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വെറുതെയാണ്. 3 ദിവസം നിങ്ങൾ ജീവിച്ചല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇനിയും ജീവിച്ചോളൂ. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു. നല്ല കുട്ടപ്പനായി, നല്ല ടിപ്പ് ടോപ്പ്, സ്ത്രീയൊക്കെ ഇട്ടിട്ടുള്ള കുപ്പായാണ്, ചന്ദനക്കുറിയുണ്ട്, കൂടെ ഒരു സ്ത്രീ ഉണ്ട്. ഇരിക്കൂ, ഇരുന്നു. എന്തൊക്കെയാണ് വർത്താനം? സ്വാമിജിയൊക്കെ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് ഞാനെന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും ഈ വയസ്സായപ്പോൾ ഒരു കമ്പനി നല്ലതാണെന്ന് തോന്നി. ഇവളും ഒരു
വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. ഒരു പതി മരിച്ചതാണ്. പതി എന്നല്ല പറഞ്ഞ, ഭർത്താവ് എന്നാണ് പറഞ്ഞത്, മരിച്ചതാണ്. അപ്പം ഞങ്ങൾ രണ്ടും ഒന്നിച്ച് കണ്ടപ്പോൾ സമാന ദുഃഖം അനുഭവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അടുത്തപ്പോൾ ഞങ്ങളിലൊരു പ്രേമുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരാവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും വേണം. നന്നായി വരട്ടെ, സന്തോഷം. കാരണം എപ്പോഴും വയസ്സാവുമ്പോൾ ഒരു കമ്പനി നല്ലതാണ്. വയസ്സുകാലത്ത് ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം ഉണ്ടാവരുത്, നല്ലതാണ്. അവർക്ക് നിങ്ങളും നിങ്ങൾ അവർക്കും എന്നും കൂട്ടായിരിക്കുക. ഇൻ കേസ് രണ്ടിലൊരാൾ പോയാൽ മൂന്നാമതൊന്നും നമുക്ക് ആലോചിക്കാം. അതിനും വിരോധമില്ലല്ലോ. എന്താ സംഭവം? ചിലർ വിചാരിക്കും എന്തൊരു ദുഷ്ടനായി ചെയ്താൽ. ദുഷ്ടതയല്ല, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ ഇയാൾ സോവാട്ടെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അംഗീകരിച്ചു. അത് ദുഷ്ടതയാണോ അല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത്രയുള്ളൂ വിശ്വം. വെറുതെ നമ്മൾ ഓരോന്ന് വിചാരിക്കും. ഇതാണ് സത്യം. അതുകൊണ്ട് സത്യത്തിലില്ല ഉലകം, ഉണ്ടെന്ന് തോന്നണതാണ്. വിവേകവിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപുള്ള പോലെ തന്നെ കാണും. ഏതുപോലെ? നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കലും. മരുഭൂമിയിൽ നീരം ഇല്ല, വെള്ളം ഇല്ല എന്ന് നിസ്തർക്കമായി സിദ്ധിക്കലും, സംശയരഹിതമായി സിദ്ധിച്ചാലും മുൻപ്രകാരം വിലസിടുന്നു. മുൻപുള്ള പോലെ തന്നെ വിലസിടുന്നു. ഇല്ലയെന്നറിഞ്ഞാലും കാണുന്നു. ഇത് പറഞ്ഞ ദൃഷ്ടാന്തം തന്നെയാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവന് കവിത്വം ഇല്ല എന്നൊന്നും ആരോപിച്ചേക്കരുത്. ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് വേദാന്തത്തിൻ്റെ ഉപദേശ പദ്ധതി തന്നെ ഇതാണ്. ആവർത്തിച്ച് പറയലാണ്. അത് ശ്രദ്ധിക്കുക. ശരി, തുടർന്ന് ജ്ഞാനിക്കു സത്തുലഘു ചിത്തു സുഖസ്വരൂപം ആനന്ദമല്ല അനൃതമജ്ഞനിദപ്രകാരം കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാനർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു. ജ്ഞാനിക്കു സത്തുലഘു ചിത്തു സുഖസ്വരൂപം ആനന്ദമല്ല അജ്ഞനിദപ്രകാരം. ശരിയാണ്, അത് ശരിയാണ്. കാണുന്നവന്, അവിടെയാണ് പ്രശ്നം. കാണുന്നു വന്നു എന്നല്ല, കാണുന്നവന്. ആ ഉകാരചിഹ്നം ഒന്ന് വെട്ടിയാൽ മതി. കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാനർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു. ജ്ഞാനിക്കു സത്തുലഘു ചിത്തു സുഖസ്വരൂപം ആനന്ദമല്ല അനൃതമജ്ഞനിദപ്രകാശം. അതെ, അപ്രകാശം. കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന അർക്കൻ അനന്തനിരുളാർന്നൊരു ശൂന്യവസ്തു. കുറച്ച് വിഷമമുണ്ടാടോ വായിക്കാൻ, ഇല്ലേ? നോക്കൂ. ജ്ഞാനിക്കു സത്തുലഘു ചിത്തു സുഖസ്വരൂപം ആനന്ദമല്ലനൃതമജ്ഞനിദപ്രകാശം. കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു. അങ്ങനെ മുറിച്ച് ചൊല്ലിയാലൊരു സുഖ. പക്ഷെ അപ്പോൾ ശ്ലോക ഗുണം പോകും. ഇല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ജ്ഞാനിക്ക് സത്തുലക് ചിത്ത് സുഖസ്വരൂപം ആനന്ദം. എന്താണ് ഈ ലോകം? ഈ ഉലകം ഇല്ലയെന്ന് പറഞ്ഞു. ഉലകം ഇല്ലയെന്ന് പറഞ്ഞാലും വീണ്ടും കാണുന്നും പറഞ്ഞു. മരുഭൂമിയിൽ വെള്ളമില്ല എന്ന് വ്യക്തമായി അറിഞ്ഞാലും പിന്നെയും അത് കാണും എന്ന് പറഞ്ഞു. ആ കാഴ്ചയ്ക്ക് വേദാന്ത ശാസ്ത്രത്തിൽ ബാധിതാനുവൃത്തി എന്ന് പറയും. ബാധിതാനുവൃത്തി, അതായത് ബാധിതമായ അനുവൃത്തി. ബാധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്? ജ്ഞാനത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വൃത്തിയുടെ അനുവൃത്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ബാധിതാനുവൃത്തി എന്ന് പറയുന്നത് വേദാന്ത ശാസ്ത്രത്തിൽ. അപ്പോൾ വിജ്ഞാനിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ബാധിതാനുവൃത്തമാണ്. അത് പുതിയ സംസ്കാരങ്ങളെ, വാസനകളെ ഉണ്ടാക്കുന്നില്ല.
അതിൽ താദാത്മ്യബന്ധമില്ല, എങ്കിലും കാണും. എങ്ങനെ അജ്ഞാനി കാണുന്നു അങ്ങനെ തന്നെ കാണും. ഒരുപക്ഷെ അതിനേക്കാൾ നന്നായി കാണും. പക്ഷെ അത് ബാധിതമാണ്, ജ്ഞാനത്താൽ ബാധിതമാണ്. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം എന്നൊക്കെ പറയും. ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയ. അപ്പോൾ കർമ്മം അവിടെ ദഹിച്ചു, പക്ഷെ കർമ്മം കാഴ്ചയ്ക്ക് അതുപോലെ തന്നെ ഉണ്ടാവും, ഒരു മാറ്റവും ഇല്ല. അജ്ഞാനിയുടെ കർമ്മവും വിജ്ഞാനിയുടെ കർമ്മവും ബാഹ്യമായി ഒരുപോലെ ഉണ്ടാവും. വറുത്ത പയർവിത്തും വറുക്കാത്ത പയർവിത്തും വലിയ വ്യത്യാസമൊന്നുമില്ല കണ്ടാൽ. ഒന്ന് ചൂടാക്കി, ഒന്ന് അയാൾ മൊരിഞ്ഞു വന്നിട്ടൊന്നുമില്ല, ഇതൊന്ന് ചൂടാക്കി. ഇപ്പോൾ 2 പാത്രത്തിൽ 2 പയർവിത്തിട്ട് 2 കാഴ്ചയ്ക്ക് ഒരുപോലെ തന്നെ. രണ്ട് കഷ്ണം പറമ്പിൽ കുഴിച്ചു, അവിടെയും കുഴിച്ചിട്ടു ഇവിടെയും കുഴിച്ചിട്ട് 2നും വെള്ളം നനച്ചു, ഒന്ന് മുളയ്ക്കും ഒന്ന് മുളയ്ക്കില്ല. ഇതുപോലെ ജ്ഞാനിയുടെ കർമ്മങ്ങൾ സംസ്കാരത്തെ, വാസനയെ ഉണ്ടാക്കുന്നില്ല, അത് ബാധിതമാണ്, ജ്ഞാനബാധിതമാണ്. അപ്പോൾ അയാൾ കാണുന്ന പ്രപഞ്ചം എങ്ങനെയുള്ളതാണ് ചോദ്യം. അയാൾ കാണുന്നു എങ്ങനെയുള്ളതാണ്? ജ്ഞാനിക്ക് സത്ത് ഉലകം സത്ത് ചിത്ത് സുഖസ്വരൂപം ആനന്ദം. ഈ പ്രപഞ്ചം മുഴുവൻ സച്ചിദാനന്ദ സ്വരൂപമാണ് ജ്ഞാനിക്ക്. ആനന്ദ കമ്പോളമാണ്, സുഖം അല്ലാണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു വിജ്ഞാനിയായ മഹാനോട് സുഖമല്ലേന്ന് ചോദിക്കണ്ട. എന്തുകൊണ്ട്? സുഖം അല്ലാണ്ട് ഒന്നുമില്ല, എപ്പോഴും സുഖം, എവിടെയും സുഖം. അയാൾക്ക് ഇല്ല എന്നുള്ളൊരു ഭാനമില്ല. അയാളെ സംബന്ധിച്ചറിയാം ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ എല്ലാം സത്തും ചിത്തും ആനന്ദവുമാണ്. ഇതെല്ലാം സച്ചിദാനന്ദ സ്വരൂപൻ്റെ ചമൽക്കാരമാണ്. അയാൾ ലോകത്തെ പ്രേമിക്കുന്നു, അയാൾ ജീവിതത്തെ പ്രേമിക്കുന്നു, അയാൾ വെറുക്കുന്നില്ല. ഒരു വിവേകാഭ്യാസം ചെയ്യുന്ന, വൈരാഗ്യം വളർത്തുന്ന ഒരു സാധകനെ സംബന്ധിച്ച് അനിത്യം അസുഖം ലോകം എന്നൊക്കെ പറയും, അത് ശരിയാ. പക്ഷേ ജ്ഞാനിയുടെ അനിത്യം അസുഖം ലോകം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈ ലോകം അനിത്യമല്ല അസുഖമല്ല, പിന്നെന്താ? നിത്യമാ, സുഖമാ, ആനന്ദമാ, എല്ലായിടത്തും ഭഗവാൻ. പിന്നെന്ത്? എല്ലായിടത്തും ഈശ്വര മഹിമയാണ്. ഈ പ്രപഞ്ചം ഈശ്വര സ്വരൂപമാണെന്ന് അറിഞ്ഞ ആൾക്ക് ഈ പ്രപഞ്ചത്തോട് വെറുപ്പുണ്ടാവുമോ? ഇല്ല. അയാൾ എല്ലാറ്റിലും സുഖവും ആനന്ദവും കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. അയാൾ ഓരോ നിമിഷവും അതാണ് പരയുടെ പാല് നുകർന്ന് കഴിയുകയാണ്. അതുകൊണ്ടാണ് വിജ്ഞാനികൾ എപ്പോഴും തൻ്റെ ചുറ്റുപാടും ഒരു സന്തോഷത്തിൻ്റെ തരംഗം ഉണ്ടാവും. നമ്മുടെ ഉള്ളിലാകെ അസ്വസ്ഥതയാണെങ്കിലോ, അസ്വസ്ഥതയും ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി നിറഞ്ഞ ആളാണെങ്കിൽ അവരുടെ ചുറ്റും അസ്വസ്ഥതയായിരിക്കും. എന്ത് മധുരമായ വാക്ക് പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല. മറ്റേയാൾ 4 തെറി പറഞ്ഞാലും ഒരു സന്തോഷമാണ്. അയാളെ ചുറ്റും ഒരു ആനന്ദത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവും. കാരണം ഉള്ളിലുള്ളതാണ് പുറത്തോട്ട് പ്രസരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനിക്ക് ഈ ഉലകം എന്താണ്? സത്ത് ചിത്ത് സുഖസ്വരൂപം. സത്താണ്, ചിത്താണ്, സുഖസ്വരൂപമായ ആനന്ദമാണ്. എന്നാൽ അജ്ഞനോ അനിർദം അപ്രകാശം. ഇത് അനിർദമാണ്, അപ്രകാശമാണ്. ഈ ലോകം മുഴുവൻ മഹാബുദ്ധാട്ടോ, വളരെ മോശമാണ്. ലോകം മുഴുവൻ ദുഃഖമയമാണ്, ആരും നേരെയാവില്ല. ഇപ്പം മഹാബുദ്ധം ഇന്നത്തെ തലമുറ തന്നെ നാശം പിടിച്ചതാണ്. ഒരു ജ്ഞാനവും ഇല്ല, തോന്നിയോണം ജീവിക്കുകയാണ്, മറ്റതാണ് മറിച്ചതാണ്. എല്ലാം എവിടെ നോക്കിയാലും വിപരീതം അവർക്ക് കാണാൻ പറ്റും. എവിടെ പോയി നോക്കിയാലും വിപരീതം, എല്ലാവരിലും വിപരീതം. അവർക്കൊന്നും അനുഭവിക്കാനോ ആസ്വദിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 2 പേര്, ഒന്ന് കാണുന്ന ആളും ഒന്ന് കാണാത്ത ആളും, ഒന്ന് ജ്ഞാനിയും ഒന്ന് അജ്ഞാനിയും. അപ്പോൾ ജ്ഞാനിയുടെ വിശ്വം സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, ആനന്ദത്തിൻ്റെ ഭാവമാണ് എങ്ങും. എന്നാൽ അജ്ഞാനിക്കോ അനിർദം അപ്രകാശം. രണ്ടാളുടെയും ദൃഷ്ടി വിഭിന്നമാണ്. ഒരാളുടെ ദൃഷ്ടി എല്ലാത്തിലും പ്രകാശവും ജ്ഞാനവും കാണുന്നു, ആനന്ദം കാണുന്നു, അതിൻ്റെ സ്ഫുരണമായി സകലത്തെയും കാണുന്നു. മറ്റയാൾ എല്ലാത്തിനെയും വിപരീതമായി കാണുന്നു. ഇതൊന്നും നേരെയാവും, ഇതൊന്നുമല്ല, ഇപ്പോൾ അബദ്ധമാണ്. ഇതാണ് കാഴ്ചപ്പാട്. രണ്ടും രണ്ടാണ് ദൃഷ്ടി. ഇനി ഇവിടെ വേറൊന്ന് പറയാം. വിജ്ഞാനദശയിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും, ആവർത്തിക്കട്ടെ, വിജ്ഞാനദശയിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും സത്യവിചാരം ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ സാധകൻ ആനന്ദമുണ്ട്. എല്ലാത്തിൻ്റെയും ഈശ്വരീയമായ ഭാവത്തെ കാണാൻ അയാൾ ശീലിക്കുകയാണ്. അയാൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിലും ഈശ്വര മഹിമയാണ് കാണാൻ കഴിയുന്നത്, ഓരോ പ്രതിഭാസത്തിലും. അതുകൊണ്ട് തൃപ്തനാണ്. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം പറഞ്ഞ ശേഷം പറയുകയാണ്, കാണുന്നവന് സുഖം അസ്ഥിതയാർന്ന ഭാനുമാൻ. കാണുന്നവന്, ആരാ കാണുന്നവൻ? കാണുന്നവൻ ജ്ഞാനി. പശ്യതി സപശ്യതി. ആര്? കാണുന്നവൻ. കാണുന്നവന് സുഖം അസ്ഥിതയാർന്ന ഭാനുമാൻ. സുഖം, ജ്ഞാനം, ആനന്ദം എന്നിവ സമൂർത്തമായി തൻ്റെ ചുറ്റും നിലകൊള്ളുകയാണ്.
ഈ കാണാക്കുന്ന സകലവുമായി വിലസുകയാണ്. ഒരേ സച്ചിദാനന്ദ ഭാവം. ഏതുപോലെ പ്രകാശരശ്മികളോടുകൂടി ഭാനുമാൻ അർക്കൻ. അർക്കൻ സൂര്യൻ. സൂര്യൻ എങ്ങനെയുള്ളവനാണ്? ഭാനുമാൻ. ഭാനു രശ്മികളോടൊത്തവൻ ഭാനുമാൻ. പ്രകാശം, ഭാനു പ്രകാശത്തോടൊത്തവൻ ഒരർത്ഥം, രശ്മി എന്നൊരർത്ഥം. രശ്മികളോടൊത്തവൻ ഭാനുമാൻ. ആര്? അർക്കൻ. ആർക്ക്? കാണുന്നവന്. എന്നാൽ അന്ധന് കണ്ണ് കാണാത്ത ആൾക്ക് ഇരുളാർന്നൊരു ശൂന്യവസ്തു. കാരണം അന്ധനെ സംബന്ധിച്ച് പ്രകാശം എന്നൊരു സങ്കല്പമേ ഇല്ല. എന്താണ് പ്രകാശം എന്നൊരു സങ്കല്പം അന്ധനില്ല. അപ്പം എന്താണ് അന്ധൻ്റെ സൂര്യൻ? അന്ധൻ്റെ സൂര്യൻ ഇരുളാർന്നൊരു ശൂന്യവസ്തു. കാരണം പ്രകാശം എന്നൊരു സങ്കല്പം പോലും അന്ധനെ സംബന്ധിച്ചില്ല. എന്നാൽ കാണുന്നവന് ഭാനുമാൻ. ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ സച്ചിദാനന്ദ ഘനസ്വരൂപമാണ് ജ്ഞാനിക്ക്. എന്നാൽ അജ്ഞാനിക്ക് ഇത് അപ്രകാശമാണ്, അചിത്താണ്, അസത്താണ്. രണ്ട് കാഴ്ചപ്പാടാണ്. ഈ പ്രപഞ്ചം അഖിലവും ഈശ്വര സ്വരൂപമാണ്. പുരുഷ ഏവ ഇദം സർവം, ബ്രഹ്മൈവേദം സർവം, അല്ലെങ്കിൽ സർവം ഖലു ഇദം ബ്രഹ്മ എന്ന് ഗ്രഹിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം അഖിലവും അവിടുത്തെ ചമൽക്കാരങ്ങളാണ്. ഓരോ പ്രതിഭാസത്തിലും ഈശ്വര മഹിമ കാണും. ഓരോ പ്രതിഭാസത്തിലും മറ്റേയാൾക്ക് ആ ദൃഷ്ടി കൈവരില്ല. ഇനി വിജ്ഞാനിയൊന്നും ആയില്ലെങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ എഴഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി ദൂരം സഞ്ചരിക്കുമ്പോൾ ഏകദേശം ഗുഹാമുഖത്തിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ പ്രകാശത്തിൻ്റെ ചെറിയ സ്ഫുരണങ്ങൾ കാണാൻ സാധിക്കും. ആ സ്ഫുരണം കണ്ടാൽ നമുക്കൊരു സമാധാനമാണ്. അറ്റത്തേക്ക് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ കൂടുതൽ പ്രകാശമായി, പിന്നെ പൂർണ്ണ പ്രകാശത്തിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് പുറത്തെത്തി ഗുഹയുടെ. ഇതുപോലെ ആനന്ദാഭിമുഖ വൃത്തി എന്ന് പറയും. തത്വവിജ്ഞാനി ആയിട്ടില്ലെങ്കിൽ പോലും സാധകൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് അവനിൽ ആനന്ദാഭിമുഖ വൃത്തികൾ ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറും. ആദ്യം എല്ലാത്തിനെക്കുറിച്ചും വിപരീതമായിരുന്നു അല്ലേ? ചില ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. ഇരുട്ട് മൂടിയ മനസ്സോട് കൂടിയവരെല്ലാത്തിനെയും മോശമായിട്ടാണ് കാണും. ഒന്നും ശരിയാവില്ല, ഇവിടെയൊക്കെ അബദ്ധമാണ് ഇല്ലേ, ഒന്നും നേരെ അവനും ശരിയില്ല, അവളും ശരിയില്ല, മഹാമോശം, നാട് മഹാമോശം. എന്തിനെ അവർ ഇരുട്ടായിട്ടേ കാണും? അത് നമ്മുടെ ഉള്ളത്തെ ഇരുട്ടാന്ന് മനസ്സിലാവണില്ല. അപ്പോൾ വിജ്ഞാനദശയിലേക്കൊന്നും ഉയർന്നില്ലെങ്കിൽ പോലും ഇതെല്ലാം ഈശ്വരീയമാണെന്ന തിരിച്ചറിവ് തന്നെ ആനന്ദസ്ഫുരണത്തെ തരുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും മോശമായി കണ്ടാൽ ഇത്ര ഉണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാട് വരുമ്പോഴോ ഇത്ര മാറ്റം വന്നു. ചെറിയൊരു കാഴ്ചപ്പാടിൽ മാറ്റം വന്നപ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ശ്ലോകം ഒന്നുകൂടി നോക്കൂ. ജ്ഞാനിക്ക് സത്തുലഘു ചിത്തോ സുഖസ്വരൂപം ആനന്ദം അല്ല അനൃതം. ഇത് അപ്രകാശം. ഇത് അപ്രകാശമാണ്, അനൃതമാണ്. ആർക്ക്? അജ്ഞന്. കാണുന്നവനു സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ. ആര്? അർക്കൻ. അന്ധനോ? അന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു. കാരണം അയാൾക്ക് പ്രകാശം എന്നൊരു സങ്കല്പമേ ഇല്ല. അതുകൊണ്ട് വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി. രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ. പറഞ്ഞത് തന്നെ പറയുകയാണേ, ആവർത്തനം വേണ്ടാന്നുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി.
രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ. വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നിതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു. രണ്ടർത്ഥം. ഒരർത്ഥം നേരത്തെ പറഞ്ഞു, ഈ ഉലകത്തിൻ്റെ മുഴുവൻ വിത്ത് അവിദ്യയാണെന്ന് പറഞ്ഞു. നേരത്തെ വിത്താം അവിദ്യ അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ, വിത്താം അവിദ്യയുമില്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ വിത്ത് എന്നുള്ളതിലൂടെ ഈ സംസാരത്തിൻ്റെ വിത്തായ അവിദ്യയാണ് അർത്ഥമാക്കപ്പെടുന്നത്. അപ്പോൾ ഈ അവിദ്യ തന്നെയാണ് ഈ കണ്ട വൈവിധ്യങ്ങളൊക്കെയായി വിലസിപ്പിച്ച് ഇതൊക്കെ സത്യമാണെന്ന ഭാനം നമുക്ക് തോന്നിപ്പിക്കുന്നത്. വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു. ഇനി വേറൊരർത്ഥം പറഞ്ഞാൽ, വിത്ത് എന്നുള്ളതിന് അവിദ്യ എന്നർത്ഥം എടുക്കാതെ വിത്ത് എന്ന് തന്നെ അർത്ഥം എടുക്കുക. ഒരു വിത്ത്, ആ വിത്ത് മുളച്ച് വലുതായി അങ്കുരമായി, ആ അങ്കുരം വളർന്ന് ചെടിയായി, ചെടി വളർന്ന് വൃക്ഷമായി, ആ വൃക്ഷം വലുതായി, ആയിരക്കണക്കിന് കൊമ്പുകൾ, ശാഖകൾ, പതിനായിരക്കണക്കിന് ഇലകൾ, പൂക്കൾ, കായ്കൾ, പഴങ്ങൾ എല്ലാമായി വിലസുകയാണ്. എത്ര കൊമ്പുകൾ, എത്ര ശാഖകൾ, എത്ര കവരങ്ങൾ, എത്ര ഇലകൾ, എത്ര പൂക്കൾ, എത്ര കായ്കൾ, എത്ര മൊട്ടുകൾ. വാസ്തവത്തിൽ ഇതൊക്കെ എന്തായിരുന്നു? ഒരു വിത്തായിരുന്നു. ഒരു വിത്തിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല. ആ വിത്തിൽ ഈ വൃക്ഷം മുഴുവനുണ്ട്. അതറിയുന്ന ഒരാൾ പറയുകയാണ്, ഈ വൃക്ഷം മുഴുവൻ ആ വിത്താട്ടോ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ലേ? അതെ, ആ വിത്താണ് ഈ കാണുന്ന വൃക്ഷമൊക്കെ. എന്തെല്ലാം വൈവിധ്യങ്ങളോട് കൂടിയതായി വൃക്ഷം. ഇതെല്ലാം ആ വിത്തായിരുന്നു. വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു. അപ്പം ഈ കാഴ്ചപ്പാടുള്ള ആൾക്ക് പലതിനെ കാണുമ്പോൾ അറിയുന്നു ഇതെല്ലാം ഏകമാണെന്ന്. ഏകത്തിൻ്റെ ആവിർഭാവമാണിതെല്ലാം, ഏകമായതിൻ്റെ ആവിർഭാവമാണിതെല്ലാം. അപ്പം ഇതെല്ലാം ഒന്ന് തന്നെ. ആർക്ക്? അറിയുന്നവന്. അറിയാത്ത ആൾക്കോ ഇതൊക്കെ വെവ്വേറെ തന്നെ. ഇതാണ് കാഴ്ചഭേദം. അതുകൊണ്ട് യഥാഭൂത പൃഥക് ഭാവം ഏകസ്ഥമനുപശ്യതി തത ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. എപ്പോഴാണ് ഭൂതപൃഥക് ഭാവം, അത് വേറെ ഇത് വേറെ, അവിടെ വേറെ ഇവിടെ വേറെ എന്നുള്ള ഭിന്ന ദൃഷ്ടികൾ മുഴുവൻ ഏകസ്ഥമനുപശ്യതി, ഏകസ്ഥമായിട്ട് കാണുന്നത്. തതയേവച വിസ്താരം, ആ ഏകമായതിൽ നിന്നാണ് ഈ വിസ്താരം മുഴുവൻ ഉണ്ടായിട്ടുള്ളതെന്ന് കാണുന്നത്. അപ്പോൾ ഏകത്തെ പ്രാപിക്കും. ഇതെല്ലാം ഏകം തന്നെ. ഒരമ്മ ആശ്രമത്തിൽ കുറച്ചു കാലം വന്ന് താമസിച്ച്, അമേരിക്കയിലാണ്, കുറച്ചു കാലം വന്ന് താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു കമൻറ്റ് പാസ്സാക്കി, വേദാന്തം പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഇവർ ധാരാളം രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. ഇനി ഭാരതത്തിൽ തന്നെ വേദാന്തത്തിൽ വളരെ വലിയ വിദ്വാൻമാരൊക്കെ പഠിപ്പിക്കുന്ന ഋഷികേശിലും ഉത്തരകാശിയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് ഈ അമ്മ. അതുപോലെ മുംബൈയിൽ സാന്ദീപനിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ച ആളാണ്. പക്ഷെ അവർ പോകുമ്പോൾ പറഞ്ഞ അഭിപ്രായം, കേരളമാണ് വേദാന്തം പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. നല്ലൊരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് തന്നിട്ടാണ് പോയത്. ഒരു അമേരിക്കക്കാരിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു ദിവസം ദോശ, മറ്റൊരു ദിവസം ഇഡ്ഡലി, വേറെ ദിവസം പുട്ട്, വേറെ ദിവസം വെള്ളപ്പം, വേറെ ദിവസം ഉപ്പുമാവ്. ഇതെല്ലാം ഒരൊറ്റ അരിയാണ്. ഒരൊറ്റ സാധനമാണ് 7 ദിവസം 7 പേരിൽ നിങ്ങൾ വിളമ്പണം. ഇതിൽ പരം വേദാന്തം പഠിക്കാൻ വേറെ എന്താ വേണ്ടത്? ചോറ് ഉച്ചയ്ക്ക്, രാത്രിയോ കഞ്ഞി. രാത്രി ആശ്രമത്തിൽ കഞ്ഞി, ഉച്ചയ്ക്ക് ആശ്രമത്തിൽ ചോറ്, രാവിലെ ഇതൊക്കെ പല പേരിലാണ്. ഓരോ പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വേറെന്തോ വസ്തു വരാൻ പോകുന്നുണ്ട് എന്ന്. വരുമ്പോഴാണ് മനസ്സിലാവും ഇത് അത് തന്നെയാണ്, പേരേ മാറ്റമുള്ളൂ. ഇത്ര ഏകത്വം, സത്യം ഏകമാണെന്നും അതിൻ്റെ ആവിഷ്കാരമാണ് പലതെന്നും പഠിപ്പിക്കണ നാട് വേറെ ഏതാ ഉള്ളത്? തമാശയല്ല അത്.
അതൊരു പുതിയ കാഴ്ചപ്പാടായി എനിക്ക് തോന്നി. നല്ല കാഴ്ചപ്പാടാണ്. വാചാരംഭണം വികാരോ നാമധേയം മൃത്തികീർത്തിയവ സത്യം. വാക്കിനാൽ ആരംഭിക്കപ്പെടുന്ന വികാരങ്ങളാണ് ഈ വൈവിധ്യങ്ങളൊക്കെ, വസ്തു ഒന്നാണ്. അതുകൊണ്ട് വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു. അപ്പോൾ വൈവിധ്യത്തെ മുഴുവൻ ഏകമായി കണ്ടു. ഏകത്തിൽ നിന്നാകുന്നു ഈ ബഹു എന്നുള്ളതും കണ്ടു. അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. അർത്ഥാന്തരം, വേറൊരു വസ്തു ചെറുതുപോലും ഇല്ല, അല്പം പോലും ഇല്ല. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല തന്നെ എന്ന് പറഞ്ഞിട്ട് മതിയാവാതെ ഉപനിഷത്ത് പറയുന്നുണ്ട്, മൃത്യോസ മൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി. ഇവിടെ പലതുണ്ടെന്ന് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും. അത്ര ഒന്നേ ഉള്ളൂ, സത്യം ഏകമാണ്. അതാണ് വേദാന്തത്തിൻ്റെ പ്രധാന ഉപദേശം. ഒന്നുകൂടി പറയാം, മനസൈവേദമാപ്തവ്യം നേഹ നാനാസ്തി കിഞ്ചന മൃത്യോസ മൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി. മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ഇതിനെ അറിയേണ്ടതാണ്. എന്തിനെ? ഇവിടെ പലതില്ല. ആരാണോ പലതുണ്ടെന്ന് വിചാരിക്കുന്നത് അയാൾ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും. മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു കറന്നു. അതുകൊണ്ട് ഭേദദൃഷ്ടി വേണ്ട, അഭേദദൃഷ്ടി. അതുകൊണ്ട് അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷം. ഇവിടെ വിശേഷം ഇല്ല, എല്ലാം സമം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്തി ആത്മനാത്മാനം. ഗീത പറയും, എല്ലാറ്റിലും സമത്തെ കാണുന്നവൻ അവൻ തന്നെ ഒരിക്കലും കൊല്ലുന്നില്ല. അവൻ എപ്പോഴും തന്നെ രക്ഷിക്കുന്നു ജ്ഞാനദൃഷ്ടി കൊണ്ട്. മറ്റുള്ളവരൊക്കെ മനുഷ്യനായി ജനിച്ചിട്ടും അജ്ഞാനം കൊണ്ട് സ്വയം കൊന്നുകൊണ്ടും ഇരിക്കുകയാണ്. അതുകൊണ്ട് അനഹിനസ്തി ആത്മനാത്മാനം എന്ന് പറയുന്നത്, തന്നെ കൊണ്ട് കൊല്ലുന്നില്ല, എപ്പോഴും തന്നെ ധന്യമാക്കുന്നു തൻ്റെ ജീവിതത്തെ. രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിൽ. പറഞ്ഞ ദൃഷ്ടാന്തം തന്നെ, മാറ്റമില്ല. മന്ദപ്രകാശത്തിൽ കയറ് കണ്ടു, പാമ്പാണെന്ന് തോന്നി. എത്ര പ്രാവശ്യമായി ഇപ്പോൾ ഇത് പറയണത്? 3-4 പ്രാവശ്യം പറഞ്ഞു ഈ ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് തന്നെ. അപ്പം മന്ദപ്രകാശത്തിൽ കയറ് കണ്ടപ്പോൾ പാമ്പാൻ തോന്നി. ഇതാണ് ദൃഷ്ടാന്തം. അതാണ് പറഞ്ഞത്, രജ്ജുസ്വരൂപം അറിയാതെ, കയറിൻ്റെ സ്വരൂപം അറിയാതെ, ഇത് കയറാണ് എന്നറിയാതെ ഇരുളാൽ, ഇരുട്ടുകൊണ്ട് വിവർത്ത സർപ്പം. എന്താ ഈ വിവർത്ത സർപ്പം? ഈ രജ്ജുവിൽ കാണുന്ന സർപ്പം എങ്ങനെയുള്ള സർപ്പമാണ്? ചോദ്യം. രജ്ജു, കയറ്, കയറിൽ കാണുന്ന പാമ്പ് എങ്ങനെയുള്ള പാമ്പാണ്? അത് പരമാർത്ഥത്തിൽ പാമ്പാണോ? അല്ല. അപ്പോൾ പരമാർത്ഥത്തിൽ അത് പാമ്പല്ല. പിന്നെ അത് പാമ്പായി പരിണമിച്ചിട്ടുണ്ടോ? ഇല്ല, അതുമില്ല. അത് പാമ്പായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിണിത സർപ്പം എന്ന് പറയാം. പരിണിത സർപ്പമല്ല. അപ്പോൾ പിന്നെ അതെന്താ? അത് വിവർത്ത സർപ്പമാണ്. വിവർത്തം എന്ന് പറഞ്ഞാൽ ആദ്യവും അത് സർപ്പമായിട്ടില്ല, ഇപ്പോഴും അത് സർപ്പമല്ല, ഇനി നാളെയും അത് സർപ്പമാവില്ല. അതായത് സ്വരൂപം മാറാതെ അന്യമായി കാണപ്പെടുന്നതിനാണ് നമ്മൾ വിവർത്തം എന്ന് പറയുക. വിവർത്തം, വിവർത്തവാദമുണ്ട് വേദാന്തത്തിൽ. വിവർത്തവാദം എന്ന് പറഞ്ഞാൽ ഈ കാണാകുന്ന വിശ്വം പരിണമിച്ചതല്ല, ഈ കാണാകുന്ന വിശ്വം പരമാർത്ഥത്തിലുള്ളതുമല്ല. പിന്നെന്താണ്? ഇത് അധിഷ്ഠാനമായ സത്യം തന്നെയാണ്. ഏത് ആകൃതി ഭേദത്തിൽ കാണപ്പെടുമ്പോഴും വസ്തു സത്യം ഒന്നാണ്. ആ വസ്തു സത്യത്തിന് മാറ്റമില്ല. ഇതാണ് വിവർത്തം. അപ്പോൾ പാമ്പായി കാണപ്പെട്ടപ്പോഴും വസ്തു കയറ്, രണ്ടാമതത് കയറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും കയറ്, പാമ്പാണെന്ന് കാണുന്നതിന് മുമ്പും കയറ്. അപ്പോൾ ഈ പാമ്പ് ശരിയാണോ അല്ലയോ? അല്ല, ആ പാമ്പ് വിവർത്തമാണ്. അതാണ് വിവർത്ത സർപ്പം എന്ന് പറഞ്ഞത്. ഈ വിവർത്ത സർപ്പം എന്താണ്? നിനക്കിൽ, നിനക്കിൽ ചിന്തിച്ചാൽ, വിചാരം ചെയ്താൽ എന്താണ്? രജ്ജുവിൽ നിന്ന് വേറോ, കയറിൽ നിന്ന് വേറെയാണോ? കാണുന്ന ദശയിൽ അത് പാമ്പായി, അല്ലാന്ന് നമുക്ക് പറയാൻ വയ്യ. അത് പാമ്പാണെങ്കിൽ എത്രമാത്രം പേടിക്കുമായിരുന്നു അത്ര പേടിച്ചു, ഓടി ഒക്കെ ചെയ്തു. പക്ഷേ നേരത്തെ പറഞ്ഞു ഇതന്തയാർന്ന്,
ഈ കയറെന്നുള്ളതിൻ്റെ ഈ ആണ് ഇതിലേക്ക് വന്നത്, ഈ പാമ്പ്. അപ്പോൾ അതൊരിക്കലും കയറല്ലാതെ മറ്റൊന്നായിട്ടില്ല. അതാണ് പറയുന്നത്, രജ്ജുവിൽ നിന്ന് വേറെയാണോ? മറുപടി അല്ല. കയറ് തന്നെയായിരുന്നു ആ പാമ്പ്, കയറ് തന്നെയാണ് ആ പാമ്പ്, കയറ് തന്നെയായിരിക്കും ആ പാമ്പ്. ഇതുപോലെ അധിഷ്ഠാനമായ സദ്വസ്തു തന്നെയാണ് ഈ പ്രപഞ്ചം. ഈ തിരിച്ചറിവാണ് സർവം ഖലു ഇദം ബ്രഹ്മ. നിശ്ചയമായും ഖലു, നിശ്ചയമായും ഇദം സർവം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ ഗുരുനാഥനത് പറഞ്ഞപ്പോൾ ശരിക്ക് ശിഷ്യന് മനസ്സിലായില്ല, സർവം ഖലു ഇദം ബ്രഹ്മ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, തജ്ജലാൻ ഇത് ശാന്ത ഉപാസീത. വളരെ പ്രസിദ്ധമായ ഉപദേശമാണിത്. സർവം ഖല്വിദം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. സർവം ഖലു ഇദം ബ്രഹ്മ, ഖലു നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മമാണ്. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തപ്പോൾ ശിഷ്യനോട് പറഞ്ഞു, തജ്ജലാൻ അതിൽ നിന്ന് ജനിക്കുന്നു, തജ്ജം അതിൽ ലയിക്കുന്നു, തല്ലം അതിൽ ചേഷ്ടിക്കുന്നു, തദനം. തജ്ജം പ്ലസ് തല്ലം പ്ലസ് തദനം, മൂന്നിലും പൊതുവായിട്ടുള്ള തത് മാറ്റുക. ഇപ്പം എന്തായി? തത് നോക്കൂ, അത് എഴുതി നോക്കൂ, അപ്പം മനസ്സിലാവും. തത് പ്ലസ് ജ ആണ് തജ്ജ, തത് പ്ലസ് ല ആണ് തല്ല, തത് പ്ലസ് അനയാണ് തദന. അപ്പം മൂന്നിലും പൊതുവായിട്ടുള്ള തത് മാറ്റുക. തത് ജ പ്ലസ് ല പ്ലസ് ന, തജ്ജലാൻ. അതിൽ നിന്ന് ജനിക്കുന്നു, അതിൽ ലയിക്കുന്നു, അതിനാൽ ചേഷ്ടിക്കുന്നു. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിലേക്ക് തിരിച്ചു വന്നാൽ, സ്വർണം ആഭരണമായി കാണപ്പെട്ടപ്പോഴും വസ്തു സ്വർണം തന്നെ, ആഭരണമായി കാണപ്പെടുന്നതിന് മുമ്പോ സ്വർണം തന്നെ, ആഭരണം അല്ലാതായാലോ സ്വർണം തന്നെ. അപ്പോൾ ഈ ആഭരണം എവിടെ ഇരുന്നോ? ആഭരണം എവിടെ ഇരുന്നോ? സ്വർണത്തിലിരുന്നു. ഇപ്പോൾ ഉരുക്കിയപ്പോൾ ആഭരണം അങ്ങോട്ട് പോയി, അതൊരു പ്രശ്നമാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആഭരണം ഇല്ലായിരുന്നു. സ്വർണമേ ഉണ്ടായിട്ടുള്ളൂ, സ്വർണ്ണ ഭിന്നമായിട്ട് ആഭരണം ഇല്ല. അപ്പം ആഭരണം എന്താണ്? മിഥ്യ. ആഭരണം ഇല്ല എന്ന് പറഞ്ഞേക്കരുത്, ആഭരണമുണ്ട്, പക്ഷെ ആഭരണം മിഥ്യയാണ്. സ്വർണ്ണ ഭിന്നമായിട്ട് ആഭരണം ഇല്ല. അതാണ് തജ്ജലാൻ. ഇത് മനസ്സിലാവണില്ലല്ലോ. ശാന്ത ഉപാസീത. നിൻ്റെ ഈ മനസ്സ് തിളച്ചിട്ട് അത് വേണം, ഇത് വേണം, അതിൻ്റെ പിന്നാലെ പോകണം, ഇതിൻ്റെ പിന്നാലെ പോകണം, പലതിൻ്റെ പിന്നാലെ തിളച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിനക്ക് എങ്ങനെ അത് ഉപാസിക്കാൻ പറ്റുക? അതുകൊണ്ട് ശാന്ത ഉപാസി, കുറച്ചു നേരം ഒന്ന് ശാന്തനായി ഇരുന്നിട്ട് നീ ഉപാസിക്കൂ. നീ ശാന്തത കിട്ടണില്ലല്ലോ ഗുരുനാഥ, എന്നാൽ അതിൻ്റെ അടുത്ത പടി നോക്കണം. അതിനേക്കാൾ പ്രാഥമികമായിട്ടുള്ളത് പറഞ്ഞുതരാം. അതും പറ്റുന്നില്ലല്ലോ, അതിനേക്കാൾ പ്രാഥമികമായിട്ടുള്ളത് പറഞ്ഞുതരാം. അങ്ങനെ ക്രമമായി നമുക്ക് സാധനാ മാർഗത്തിലൂടെ പോകേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക. രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിൽ ഇത് രജ്ജുവിൽ നിന്ന് വേറോ? ഒരിക്കലും രജ്ജുവിൽ നിന്ന് വേറല്ല എന്ന് പറയുകയാണ്. വ്യക്തമാണല്ലോ. നോക്കൂ, വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. രജ്ജുസ്വരൂപം അറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ? ഒരു ശ്ലോകം കൂടി നോക്കാം. ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാലുലകമില്ല വിശേഷമത്രേ. വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ടാരായികിലില്ലഖിലവും നിജബോധമാത്രം. ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാലുലകമില്ല വിശേഷമത്രേ.
വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ടാരായികിലഖിലവും നിജബോധമാത്രം. ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കുകിൽ. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചം, നമ്മൾ ജീവിക്കുന്ന ലോകം, നമ്മൾ ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം ഭാസിക്കുന്ന ഈ ശരീരം തുടങ്ങിയ ഉപാധികൾ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ചേർന്നൊരു സംഘാതമായി നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുകയാണ്. ഒന്ന് വേറാക്കിയാലോ എന്താ സ്ഥിതി? നമ്മൾ ഇന്നലെ വേറെയാക്കി നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? ഒരു 5-5.5 ലിറ്റർ രക്തം ഇല്ലേ, ഒരു ബക്കറ്റിൽ മാംസം, ഒരു വിറക് കെട്ട് പോലെ എല്ലുകൾ, പിന്നെ കുറേ കുഴലുകളുണ്ട്. അയ്യോ, ഒരുപാടുണ്ട് കുഴലുകൾ. പിന്നെ കുറച്ച് കൊഴുപ്പ്. ഇതൊക്കെ കൂടി ചേർന്ന് വെച്ച സാധനങ്ങളപ്പോൾ ഇതൊക്കെ അല്ലേ? അതെ. ചിതയിൽ കത്തിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇപ്പോഴത്തെ പുതിയ ചിതയിൽ അങ്ങനെ കാണില്ല കേട്ടോ, കാരണം അവ എണീക്കൊന്നുമില്ല. അതിന് മുമ്പേ ഉള്ളുന്നേ കത്തി ഒക്കെ വെണ്ണീറായി പോകും. മറ്റത് ശരിക്കും പഴയ ചിതയാണെങ്കിൽ കാണാം, പകുതിയാകുമ്പോൾ ഒരു എണീക്കലുണ്ട്. ഇവിടെയാണ് കത്തിക്കഴിഞ്ഞാൽ ഒരു എണീക്കലുണ്ട്. അപ്പോഴാണ് മക്കൾ വടിയും കൊണ്ട് നിൽക്കുക കുത്താൻ. ജീവിച്ചിരിക്കുമ്പോൾ കുത്താൻ പറ്റിയിട്ടില്ല, എന്ന് അപ്പോൾ ഒന്ന് കുത്തട്ടെ പറഞ്ഞിട്ട് അപ്പോഴാണ് കുത്തുക. അത് അല്ലെങ്കിൽ പുറത്തേക്ക് വീഴും. ഇപ്പോഴത്തെ ചിതയ്ക്ക് അതില്ല കേട്ടോ. അപ്പോൾ ശരിക്കും കമ്പി വെച്ച് അടിച്ച് ഉറപ്പിച്ചിട്ടാണ് 1.5 മണിക്കൂർ കൊണ്ട് പണി കഴിയും. 1.25 മണിക്കൂർ, ഇത്രയേ ഉള്ളൂ. നല്ല കൊഴുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗമാവും. 1.25 മണിക്കൂർ ഉണ്ടാവും, മാക്സിമം 1.5. അതിൽ കൂടുതൽ പോവില്ല. നല്ല അറിയുന്ന ആൾക്കാർ ചൂള വെച്ചാൽ. പൊതുവെ പൊട്ടലും ചീറ്റലൊന്നും പുറത്തങ്ങനെ കേൾക്കുന്നില്ല. അപ്പോൾ മാറ്റം എന്തൊക്കെയാണ്? പോകുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴേ ബഹളമാണ്, പിന്നെ പോകുമ്പോഴും ബഹളമാണ്. അതൊന്നുമില്ല. ഓരോന്നും ഭാഗമായിട്ടൊന്ന് മുറിച്ച് വെക്കും. ഇതൊരു സുഖമാണ് ഇല്ലേ? ഒരു ലോകസുന്ദരിയെ കൊണ്ടുവന്നിട്ട് മിസ് യൂണിവേഴ്സ് അതൊന്ന് നോക്കും എന്തൊക്കെയാണുള്ളത്. ഇത് മിസ്റ്റർ കേരളേനെ കൊണ്ടുവരിക, നോക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലർക്ക് മേധസ് കുറയും, അപ്പോൾ മസിൽ കൂടും, അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ചേരുംപടി ചേർത്തതാണ്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്തവും എല്ലാം. അത് ഒരു രൂപത്തിൽ ഇങ്ങനെ ആക്കി വെച്ചപ്പോൾ ഇതൊക്കെയായി. ഒരു കുലുക്കം വന്നാൽ മതി, ഇതൊക്കെ പോയി താഴെ വീണു. അതാണ് പറയണത്, ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ, ഓരോ അവയവമായിട്ട് വേർതിരിച്ചാൽ, ആരുടേതും ആയിക്കോട്ടെ, ഉലകമില്ല. ഈ ഉലകമുണ്ടോ? ഇല്ല. ഇത് ചേരുംപടി ചേർത്ത് വെച്ചാലോ? ചേരുംപടി ചേർത്ത് വെച്ചാൽ ഒക്കെ ഉണ്ട്. എന്താ എൻ്റെ സുന്ദരി, എൻ്റെ സുന്ദര ഒക്കെ വരും. ഒന്ന് വേർതിരിച്ചാൽ ഇതൊന്നുമില്ല. ഇതുപോലെയല്ല. അതൊക്കെ നമ്മുടെ ഒരു വ്യവഹാരം മുഴുവൻ അത്രയേ ഉള്ളൂ. പണ്ട് നമ്മളിപ്പോൾ ഇവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം 500,000 രൂപയുടെ നോട്ടുകൾ മൂല്യരഹിതമാക്കി. പക്ഷേ അത് വളരെ നല്ലൊരു സിസ്റ്റം ബാങ്കിലേക്ക് തിരിച്ചെടുത്തിട്ടാണ് അത് വ്യവസ്ഥ ചെയ്തത്. റിസർവ് ബാങ്ക് തിരിച്ചെടുത്തു. അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ല. ന്യായമായിട്ടുള്ള ആർക്കും നഷ്ടമില്ല. അന്യായം ചെയ്തവർക്കൊക്കെ നഷ്ടമായി. കള്ളപ്പണം വെച്ചവർക്കൊക്കെ നഷ്ടമായി, അല്ലാത്തവർക്കൊന്നും നഷ്ടമില്ല. എന്നാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒമാനിൽ മുൻ രാജാവിനെ ജയിലിലടച്ച് മകൻ രാജാവായി. അച്ഛനെ ജയിലിലടച്ച് മകൻ രാജാവായി. മകൻ രാജാവായപ്പോൾ ആദ്യം തന്നെ ഡീമോണിറ്റൈസ് ചെയ്തു. അച്ഛൻ്റെ കാലത്തുള്ള മുഴുവൻ നോട്ടും ഡീമോണിറ്റൈസ് ചെയ്തു. അന്ന് അവരുടെ സെൻട്രൽ ബാങ്ക് അത് തിരിച്ചെടുക്കുകയല്ല ചെയ്തത്. അതിന് വാല്യൂ ഇല്ല. ഇത്ര രൂപ അത്ര രൂപ കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പം തലേ ദിവസം വരെ വലിയ വിലയുള്ള ഒമാൻ റിയാൽ പിറ്റേന്ന് കത്തിക്കുകയാണ് ആൾക്കാർ. സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു റിയാൽ എടുത്തിട്ട് കത്തിക്കുക. എന്താ കാരണം? അത് വെറും കടലാസ്. അത് വെറും കടലാസ്. അപ്പം തലേന്ന് വരെ എന്തായിരുന്നു? അത് വലിയ വിലയുള്ള റിയാലായിരുന്നു. ഇന്നോ
അപ്പോൾ എന്താപ്പം ഇതിൻ്റെ മൂല്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തന്നെ എല്ലാം ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ അസത്യമാണെന്ന് വിചാരിച്ചേക്കാം, പക്ഷെ സത്യമാണെന്ന് മനസ്സിലാക്കുക. ഒരാൾ വന്ന് കരഞ്ഞ് സങ്കടം പറഞ്ഞതാണ് എന്നോട്, സ്വാമി വയസ്സുകാലത്ത് എന്തെങ്കിലും ഒരു ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഇപ്പം നേരെ തിരിച്ചായി, ഞാൻ അവളെ 24 മണിക്കൂറും നോക്കേണ്ട അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനാഹേ. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ എന്താ വിചാരിച്ചത്? എന്നെ വയസ്സായി ഞാൻ കിടക്കുമ്പോൾ അവളെന്നെ നോക്കും. ഇപ്പം എന്തായി? അവൾക്ക് സ്ട്രോക്ക് വന്നു, ഞാൻ 24 മണിക്കൂർ ഇപ്പോൾ അവളെ നോക്കണം. അതാ ഇപ്പോൾ ഇയാളെ സങ്കടം. ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഇത് കുടുംബം കലക്കാൻ പറയണതല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണ്. ഇതാണ് നമ്മുടെയൊക്കെ ദൃഷ്ടി, ഇതാ ഉലകം. അപ്പം ആ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരിൽ ശരീരം പോയിട്ടില്ല, മനസ്സ് പോയിട്ടില്ല, ബുദ്ധി പോയിട്ടില്ല. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളും ശരീരവും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു വിഷമം വന്നപ്പോഴത്തേക്ക് തന്നെ ഇയാൾക്ക് മടുത്തു. ഇയാൾ പ്രാഗാണ്. എനിക്ക് വയസ്സുകാലത്ത് എന്തെങ്കിലും ഉപകാരമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കെട്ടിയത്. ഇപ്പം എന്തായി? ഉപദ്രവമായി. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ എന്തൊക്കെ കണ്ണേ പൊന്നെ തേനേ പാലേന്ന് പറഞ്ഞിട്ടുണ്ടാവും അയാൾ, ഇല്ലേ? ഉണ്ടാവില്ല. ഇതാണ് സ്ഥിതി. ചിന്തിക്കൂ. അതാണ് പറഞ്ഞ ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയിൽ ഉലകമില്ല. പിന്നെയോ എന്തൊരു വിശേഷം അത്. ഇതങ്ങോട്ട് ചേരുംപടി ചേർത്തപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റത്, നിൻ്റത്, നല്ലത് ചീത്ത, ശത്രു മിത്രം, ഇതൊക്കെ ആയിട്ട് വിലസുകയാണ്. വേറാകുമീ അവയവങ്ങളുമേവം. ഇനി ഓരോ അവയവത്തെ നമ്മൾ വേറെയാക്കി വെച്ചു. ഇപ്പോൾ ഒരു ലോകസുന്ദരിനെ കൊണ്ടുവന്നു, അവളുടെ കണ്ണ് രണ്ടും ചൂഴ്ന്ന് വേറെ വെച്ചു, മൂക്ക് മുറിച്ചിട്ട് വേറെ വെച്ചു. അങ്ങനെ മനസ്സിലായില്ലോ. കൈ മുറിച്ച് വേറെ വെച്ചു, കാല് മുറിച്ച് വേറെ വെച്ചു. അങ്ങനെ നമ്മൾ വിചാരിക്കുക. അപ്പം നേരത്തെ മൂക്കിനെ കൊണ്ട് ഞാൻ എന്താ പറഞ്ഞത്? എന്താ മൂക്ക് ഇതുപോലെ ഉണ്ടെന്നാ പറയാ? എന്തോന്നിനെ പോലെ പറയല്ലോ. തുമ്പപ്പൂവോ? എള്ളിൻ പൂ പോലെ ഉണ്ട് എന്നാ പറയാം മൂക്ക്. കണ്ണെന്താ പോലെയാണ്? താമര, നല്ല താമര ദളം പോലുള്ള കണ്ണ്, അല്ലെങ്കിൽ നല്ല മീന് പോലുള്ള കണ്ണ്, മീനാക്ഷി, മീനം പോലുള്ള കണ്ണ്. ഇതൊക്കെ ആദ്യം പറഞ്ഞത്. ഇപ്പം എന്ത് താമര ചൂഴ്ന്ന് വെച്ചപ്പോൾ കുറേ കഫം, അത് വേറൊരു പാത്രത്തിൽ ഒരു പാട്ടയിൽ കഫം ഉണ്ടാവും. ഇതൊക്കെ കൂടിയാണ് ലോകസുന്ദരി ഇപ്പോൾ ഉള്ളത്. ഇനി ഈ അവയവങ്ങളെ വീണ്ടും നമ്മൾ മുറിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ എന്തായി? ഈ അവയവങ്ങളെ വീണ്ടും മുറിച്ചാൽ ലക്ഷക്കണക്കിന് ടിഷ്യൂകളായി, അത് വീണ്ടും മുറിച്ചാൽ കോടിക്കണക്കിന് കോശങ്ങളായി, അത് വീണ്ടും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കോടാനുകോടി ആറ്റങ്ങളായി, അത് വീണ്ടും മുറിച്ചാൽ സബറ്റോമിക് പാർട്ടിക്കിളുകളായി. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം സത്ത് ചിത്ത് മാത്രം. ഒരടിസ്ഥാന ബോധസ്വരൂപത്തിൽ ഇതെല്ലാം നിലകൊള്ളുന്നു. അതുകൊണ്ട് അതറിഞ്ഞ ആചാര്യൻ പറഞ്ഞു, പ്രജ്ഞാനം ബ്രഹ്മ. ഇതെല്ലാം പ്രജ്ഞാന സ്വരൂപമാണ്, ഇതെല്ലാം പ്രജ്ഞാന സ്വരൂപമാണ്. അതാണ് പറയണത്, അവയവങ്ങളുമേവം അങ്ങോട്ട് ആരാഞ്ഞാൽ. നമ്മളിതൊന്നും ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇതൊന്നും നമുക്ക് ആലോചിക്കണത് ഇഷ്ടമേ അല്ല, ഇല്ലേ? കാരണം പൊതുവെ നമ്മൾ കെട്ടിപ്പൊക്കി വെച്ച ലോകത്തിൽ ചെറിയൊരു വിടവ് വരുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വേദാന്തത്തോട് ഇഷ്ടക്കേട് വരും, ഇല്ലേ? എന്താ അഭിപ്രായം? നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള സങ്കല്പങ്ങളിൽ അല്പം ചില ഇടിവോ വിടവോ വരുമെന്ന് കണ്ടാൽ തന്നെ നമുക്ക് വേദാന്തത്തോട് വിരോധം വരും. ചിന്തിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ് മടുത്ത ദൃഷ്ടാന്തമാണ്. നിങ്ങൾ കേട്ട് നിങ്ങളും മടുത്തിട്ടുണ്ടാവും. എന്നാലും സാരമല്ലേ, ഓർമ്മ വന്നാൽ പറയല്ലാണ്ട് വയ്യ.
വളരെ വലിയൊരു ഒരു വിദ്വാൻ, വലിയ വിദ്വാനാണ് വേദാന്തത്തിൽ. അദ്ദേഹം വലിയൊരു മഹാത്മാവായ സന്യാസി ശ്രേഷ്ഠൻ്റെ അടുത്ത് നിന്ന് മന്ത്രദീക്ഷയൊക്കെ എടുത്ത് ഉപാസിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന് വേദാന്തത്തിൽ അറിയാത്തതൊന്നുമില്ല, എല്ലാം അറിയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ശ്രവണത്തിന് വലിയ താല്പര്യമാണ്. ഇത്രയ്ക്കൊക്കെ അറിയിച്ചാലും ക്ലാസ്സിന് മുടങ്ങാതെ വരും. ഒരു സാമാന്യ വിദ്യാർത്ഥിയെ പോലെ കേട്ടിരിക്കും. അങ്ങനെയായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ നാട്ടിൽ ക്ലാസ് എടുക്കാൻ, വേദാന്ത ക്ലാസ്. എല്ലാത്തിനും മുമ്പിൽ ഇദ്ദേഹം ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും. അപ്പോൾ ഇദ്ദേഹം ഞാനും തമ്മിൽ ചെറിയൊരു ഒരു ഒരു പരസ്പര ധാരണ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പൊടി വലിക്കണം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക്. അത് സ്വാമി കാണാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം പൊടി വലിക്കുന്നു എനിക്കറിയാം, പൊടി വലിക്കണത് ഞാൻ കാണുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് സ്വാമി കാണാൻ വലിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചിലതൊക്കെ പറയുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നോക്കി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് അയാൾ ഇത് കയ്യിലെടുത്ത് വയ്ക്കും. ഞങ്ങൾ തമ്മിലൊരു ഒരു ഒരു പരസ്പര ധാരണയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആക്കി എടുക്കും, ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടൊക്കെ നോക്കി വീണ്ടും ഇങ്ങോട്ട് നോക്കും. ഈ സമയത്ത് അയാൾ വലിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ധാരണ. അങ്ങനെ കുറേ കാലമായി. ഒരു ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോൾ നടന്ന പോലെ ഓർമ്മയുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ആ ക്ഷേത്രത്തിൽ നിന്ന് കുറേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരാനുണ്ട്. ആ സ്റ്റെപ്പ് നേരെ ഇറങ്ങുന്നത് വലിയൊരു കുളമാണ്, വലിയൊരു കുളം. ഇത് ആർക്കെങ്കിലും കാണണം വെച്ചാൽ പാലക്കാട് ജില്ലയിൽ കോട്ടായിലാണ് ഈ സ്ഥലം. ആ കുളത്തിന് വേറൊരു വിശേഷമുണ്ട്. 1, 2, 3, 4 ക്ഷേത്രങ്ങളുടെ ആറാട്ടുകൊള്ളാണ്. 4 ക്ഷേത്രങ്ങളുടെ ആറാട്ടുകൊള്ളാണ് ആ ഒരു കുളം. വളരെ വിരളെ അങ്ങനെ കാണാറുള്ളൂ, വേണമെങ്കിലൊന്ന് കണ്ടോളൂ. കോട്ടായിലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയൊരു ഗുരുനാഥൻ്റെ ശിഷ്യനല്ലേ? ഞാൻ മർമ്മത്തിൽ കയറി പിടിച്ചതാട്ടോ. അയാളെ പറ്റി അല്ല ചോദിച്ചത്, ഗുരുനാഥനെ പറ്റിയാണ് ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ പൊടി ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. പാവത്തിന് 75 വയസ്സോളം ഉണ്ട്. 75 വയസ്സിലധികമുള്ള ആളാണ് അന്ന്. ഒരു നിമിഷം താമസിച്ചില്ല, ഇയാൾ അവിടെ നിന്നു, സ്റ്റെക്കായിട്ട് അവിടെ നിന്നു. എന്നിട്ട് മുണ്ടൊന്നിങ്ങനെ ഈ പൊടിയുടെ ഡപ്പി എനിക്ക് തന്നു. ഇതാ, ഞാനിനി ഉപയോഗിക്കില്ല. നിങ്ങളെ പൊടി ഡപ്പി വാങ്ങുന്ന ആളല്ലേ ഞാൻ വാങ്ങിയില്ല. അപ്പം എന്താ സ്വാമി വാങ്ങാത്തതെന്ന് അദ്ദേഹം ഒന്ന് നോക്കി. അദ്ദേഹം മഹാബുദ്ധിമാനാണ്. ഒരൊറ്റ ഏറ് കൊടുത്തു, കഴിഞ്ഞു. അദ്ദേഹം പിന്നെ വലിച്ചിട്ടില്ല, ജീവിതത്തിൽ വലിച്ചിട്ടില്ല. അദ്ദേഹം 10-ാം വയസ്സ് തുടങ്ങിയ പൊടി വലിയ 76-ാമത്തെ വയസ്സിലാണ് നിർത്തിയത്. 66 കൊല്ലമായിട്ട്. അയാളൊക്കെ തലയിലെത്ര ഡെപ്പോസിറ്റ് ഉണ്ടാവും ഇല്ലേ? ഇട്ടാകുമ്പോൾ കിലോഗ്രാം കണക്കിനുണ്ടാവും. അതിരിക്കട്ടെ. അങ്ങനെ പിന്നെ അയാൾ വലിക്കണില്ല കേട്ടോ. ഇനിയാണ് ഏറ്റവും വലിയ തമാശ, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള വേറൊരാൾ വരാറുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല കേട്ടോ, ഒപ്പം മരിച്ചു. ഇതൊക്കെ 92-ലുള്ള കഥയാണ്. 92, 93. എത്ര കൊല്ലായി? 34 കൊല്ലായി. ഇദ്ദേഹം ക്ലാസ്സിൽ വരാതെയായി, കൂടെ വരുന്ന ആൾ. അപ്പം ഞങ്ങൾ നോക്കി, എന്താ ഇദ്ദേഹം വരാത്തത്? അന്ന് എന്താ വെച്ചാൽ എല്ലാവരുമായിട്ട് വ്യക്തിബന്ധമുണ്ട്. ആകെ 10-16 പേരെ ക്ലാസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഒരാളില്ലാച്ചാൽ തന്നെ മനസ്സിലാവും ഇയാൾ വരുന്നില്ല. എന്തൊക്കെ ഇയാൾ വരാത്തത്? അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, സ്വാമി അറിയേണ്ടൊരു വിഷയമുണ്ട്. സ്വാമിയുടെ ക്ലാസ് ഏറ്റവും കഷ്ടപ്പെട്ട് കേൾക്കണത് അദ്ദേഹമാണ്. അദ്ദേഹം ക്ലാസ്സിൽ വരുന്നില്ലല്ലോ. ഉണ്ട് സ്വാമി. സ്വാമി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഈ കക്ഷി വരൂത്രേ. വന്നിട്ട് ഈ നാലമ്പലത്തിൻ്റെ ചുമരിൻ്റെ അവിടെ ചേർന്ന് നിൽക്കും. അത് ചെവിയാൻ അത്ര കേട്ടിട്ടൊന്നുമല്ല, എന്നാലും കേൾക്കും. നമ്മൾ ഗുരുബ്രഹ്മാന്ന് ചൊല്ലി നിർത്തുന്ന സമയമാവത്തെ മുമ്പിൽ ഓടിക്കളയും. അതിന് മുമ്പിൽ വരാൻ വയ്യ. ഞാൻ ചോദിച്ചു, അതെന്താ അത്? ഒരു ദിവസം അയാളെ പിടിച്ചിട്ട് തന്നെ കാര്യം ഞാൻ നിശ്ചയിച്ചു. ഒരു ദിവസം ഗുരുബ്രഹ്മാന്നൊന്നും ചൊല്ലാതെ നിർത്തി വേഗം പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം ഞാൻ പിടിച്ചു. ഒന്നുമില്ല സ്വാമി, ഒന്നുമില്ല. ഞാൻ പാവം ദിവസം വരും. എല്ലാവർക്കും ഇരിക്കാൻ സീറ്റുണ്ട്, ഈ പാവം നിൽക്കുക. കാരണം സീറ്റില്ലല്ലോ പുറത്ത്. അതും ചെത്തി തേക്കാത്ത ചുമരാണ് നാലമ്പലത്തിൻ്റെ. അതിനോട് ചേർന്ന് നിന്ന് ഒരു വാക്ക് പോലും ചിദാനന്ദപുരി സ്വാമി പറയണത് നഷ്ടപ്പെടാതെ കേൾക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ വേറെ ചില ആൾക്കാർ അദ്ദേഹത്തെ പിടിച്ച് ചോദിച്ചു, എന്താ നിങ്ങളിപ്പോൾ വരാത്തത്?
അത് സ്വാമീൻ്റെ ക്ലാസ്സിന് പോയാൽ പുകവലി നിർത്തേണ്ടി വരും, അതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനറ്റോ നന്നായി പോയാലോ, പുകവലി നിർത്തേണ്ടി വന്നാലോ, അതുകൊണ്ട് പോകണ്ടെന്ന് നിശ്ചയിച്ചു. കാരണം ഇയാൾ 66 കൊല്ലമായിട്ടുള്ള പൊടി നിർത്തിയില്ലേ. അപ്പോൾ ഇനി എന്നോട് സ്വാമി പുകയെ നിർത്താൻ പറഞ്ഞാലോ ഞാനെന്ത് ചെയ്യും? ഇത് കഥയാന്ന് വിചാരിക്കല്ല, ഉണ്ടായ സംഭവം ഉണ്ടായതുപോലെയാണ് പറഞ്ഞത്. ഇതാണ് മനുഷ്യന്. ഞാനായിട്ട് നേരെയായി പോയാലോ എന്നൊരു പേടി, ഞാൻ ഇന്നലെ വരെ താലോലിച്ച് വെച്ചതൊക്കെ തകർന്ന് വീണാലോ എന്നൊരു ഭയം. അപ്പോൾ ഈ ലോകമൊക്കെ സത്യം തന്നെ, ഇതെൻ്റെ ഭാര്യ തന്നെ, ഇതെൻ്റെ ഭർത്താവ് തന്നെ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇത് സുഖം തന്നെയാണ്, ഇത് ദുഃഖം തന്നെയാണ് എന്ന് വിചാരിച്ച് കഴിയണത് തന്നെ നമുക്ക് സുഖം, ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ പൊതുവെ ആരായാറില്ല. ഉള്ളതൊക്കെ തന്നെ വെച്ച് ജീവിക്കണതാണ് നമുക്ക് ഇഷ്ടം. എന്നാൽ ആരായികിൽ എന്താണ്? ഇല്ലഖിലവും. ഇതൊന്നുമില്ല കേട്ടോ, ഇതൊന്നുമില്ല. പിന്നെന്താ ഉള്ളത്? നിജബോധമാത്രം, തൻ്റെ ബോധസ്വരൂപം മാത്രം, ചിത് സ്വരൂപം മാത്രം, അതേ ഉള്ളൂ. ഇതാ സത്യം. ഒരു ബോധത്തിലാണ് ഈ പ്രപഞ്ചം അഖിലവും നിൽക്കുന്നത്. ഓരോ സ്പന്ദനത്തിന് പിന്നിലും ആ ബോധമാണ്. ഏതായാലും ഈ ഒരു ബോധ സ്വരൂപത്തിലേക്ക് വേദാന്ത വിചാരം എത്തിക്കുന്നു. അതുപോലെ എല്ലാ ശാസ്ത്രവും ഇതിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തന്നെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു കാഴ്ചപ്പാട് ലോകത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ശാസ്ത്രം വികസിക്കട്ടെ എന്ന് മാത്രം നമ്മൾ സങ്കല്പിക്കുക. ശരി.